തൊടുപുഴയിലെ കാറ്ററിംഗ് സർവീസ് മുന്നുടമ ബിജു ജോസഫിനെ കൊലപ്പെടുത്താൻ പ്രതികൾ നടത്തിയത് 3 ദിവസത്തെ ആസൂത്രണം. 3 ദിവസവും പ്രതികൾ ബിജുവിന്റെ ഓരോ നീക്കങ്ങളും നിരീക്ഷിച്ചു. ബിജുവിനെ തട്ടിക്കൊണ്ടുപോയ സ്ഥലത്ത് നിന്ന് ബിജുവിന്റെ ചെരുപ്പും ആക്രമിക്കാൻ ഉപയോഗിച്ച പെപ്പർ സ്പ്രേയും കണ്ടെത്തിയിട്ടുണ്ട്. ബിജുവും ജോമോനും ഉപ്പുതറ പോലീസ് സ്റ്റേഷനിൽ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ കരാർ രേഖകളും പുറത്തുവന്നു. കേസിലെ 3ഉം 4ഉം പ്രതികളായ മുഹമ്മദ് അസ്ലം, ജോമിൻ എന്നിവരുമായുള്ള തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ജെയിൻ എസ് രാജു ചേരുന്നുണ്ട്. ജെയിൻ, ഇപ്പോൾ 3ഉം 4ഉം പ്രതികളുമായുള്ള തെളിവെടുപ്പാണ് പൂർത്തിയായിരിക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായിട്ടും തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. 2 പ്രതികൾ 3ഉം 4ഉം പ്രതികളുമായിട്ടാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. പ്രധാനമായും ബിജുവിന്റെ വീട്, അതോടൊപ്പം തന്നെ ബിജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ എത്തിയ സ്ഥലം, അതിനുശേഷം ഞാൻ നിൽക്കുന്ന ഈ ഗോഡൌൺ, ഈ പ്രധാനപ്പെട്ട 3 സ്ഥലങ്ങളിലാണ് പോലീസ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇവിടെ നിന്ന് വളരെ പ്രധാനപ്പെട്ട തെളിവുകൾ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനമായത് ഈ ബിജുവിനെ ആക്രമിച്ച സ്ഥലത്ത് അവിടെ നിന്ന് ചെരുപ്പ് കണ്ടെത്തി, അതോടൊപ്പം തന്നെ പെപ്പർ സ്പ്രേയും കണ്ടെത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് കലയന്താനിയിലെ ഈ ഗോഡൌണിലേക്ക് എത്തിയത്. ഇവിടെ നിന്ന് പ്രധാനമായും കണ്ടെത്തിയത് ഈ മൃതദേഹം കുഴിച്ചുമൂടാൻ ഉപയോഗിച്ച ആയുധങ്ങളാണ്. അലവാങ്ക്, അതോടൊപ്പം തന്നെ മണ്ണ് നീക്കുന്നതിന് ഉപയോഗിച്ച തൂമ്പ, മണ്ണെടുത്ത് മാറ്റുന്നതിന് ഉപയോഗിച്ച ചട്ടി, ഇതിനു പുറമെ ആ കൃത്യം നിർവഹിച്ച ദിവസം പ്രതികൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങളും ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ജയലക്ഷ്മി. ശരി ജയൻ, ഈ ബിജു ജോസഫിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായോ? എപ്പോഴാണ് ഈ മൃതദേഹം വിട്ടു നൽകുക? പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. പ്രധാനമായും ബിജുവിന്റെ മരണത്തിലേക്ക് നയിച്ചത് തലച്ചോറിനേറ്റ ക്ഷതത്തെ തുടർന്നുണ്ടായ രക്തസ്രാവമാണ് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തൽ. അതോടൊപ്പം തന്നെ വലത് കൈയിൽ ഒരു മുറിവും ഏറ്റിട്ടുണ്ട്. ആ മുറിവ് എങ്ങനെ സംഭവിച്ചു എന്ന് സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. ഈ മൃതദേഹം തൊടുപുഴയിലേക്ക് എത്തിക്കും. തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് മൃതദേഹം സൂക്ഷിക്കുക. നാളെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ശരി ജയൻ, ബിജു ജോസഫിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകിയിട്ടുണ്ട്. നാളെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ജെയിൻ എസ് രാജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.